നിനക്ക് ഇത് നേരത്തെ അറിയായിരുന്നു. രണ്ടാളും കൂടി ചേർന്നാണ് ഇതൊക്കെ ചെയ്തത്. നീയും കൂടി ചേർന്നാണ് ഈ നാടകം കളിച്ചതെന്ന്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ പറഞ്ഞതൊക്കെ ഞാനും വിശ്വസിച്ചു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും കാലം ഇങ്ങനെ ഒരുത്തിയുടെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. എന്നെ ഇവിടെ ചതിക്കുകയായിരുന്നു അച്ഛാ. നീലിമ കാശ് എന്നത് വീട്ടിൽ പറയാത്തതിന് അന്ന് നിനക്കൊരു കാരണം ഉണ്ടായിരുന്നു. നിന്റെ ഭർത്താവിന് ഷോറൂം തുടങ്ങുന്നതിന് വേണ്ടിയാണ് നീ അത് പറയാതിരുന്നേന്ന്. ഇതിന് നിനക്കിനി എന്ത് ന്യായമുള്ളത്? മലേഷ്യക്കാരൻ, പണക്കാരൻ അച്ഛൻ, ഇതൊക്കെയാണ് മെയിൻ കള്ളം. പിന്നെ ഇളയച്ചൻ, ജയിലിൽ അച്ഛന്റെ മരണം, സ്വത്ത്, കേസ്, ലൊട്ടിലൊടുക്ക്, ഇതൊക്കെ മെയിൻ കള്ളങ്ങൾ പൊളിയാതിരിക്കാൻ പറഞ്ഞ എക്സ്ട്രാ കള്ളങ്ങളാ. ഇതൊന്നും നിനക്കറിയില്ലായിരുന്നല്ലോ. ഇല്ല, ഇളയച്ചെന്ന് പറഞ്ഞ് നീ അയാൾ എന്റെ അമ്മയുടെ വീട്ടിൽ വരെ കൊണ്ടുവന്നു. ഞങ്ങൾ സ്വന്തം വീട്ടുകാരെ പോലെ അയാളെ സൽക്കരിച്ചേ. ഞങ്ങളുടെയൊക്കെ മുഖത്ത് ചെരുപ്പൂരി അടിക്കല്ലേ നീ ചെയ്തേ? മിണ്ടിപ്പോകരുത്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു എന്തിനായിരുന്നടി? എന്തിനാ നീ കള്ളം പറഞ്ഞേ? എന്തിനാ ഇങ്ങനെ ചെയ്തേ? പറയേ. ഞാൻ നിങ്ങളെയൊക്കെ നിർത്തടി. അവളുടെ എല്ലാ പോക്കരത്തരത്തിനും കൂട്ടി നിന്നിട്ട് ഇപ്പൊ മിണ്ടായിരിക്കണോ? അതോ അവള് ചെയ്താണ് ശരിയെന്ന് വിചാരിച്ച് വായി പഴം തിരിയിരിക്കണോ? ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ? നിർത്ത. കള്ളി, എവിടെ നടി നീ വരുന്നേ? പറയടി, എന്താണ് നിന്റെ ഉദ്ദേശം? പ്ലീസ്, ആരടി നീ? പറയടി. നീ ഒരു സാധാരണ പെണ്ണല്ലെന്ന് എനിക്ക് മനസ്സിലായടി. നിന്റെ കള്ളൊന്നും ഇവിടെ നടക്കില്ല. മറ്റെന്തോ ലക്ഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സൂത്രശാലിയാ നീ. ഒരു വർഷത്തിലധികമായിട്ട് നീ ഞങ്ങളുടെ മുന്നിൽ വേഷം കെട്ടി അഭിനയിക്കുമായിരുന്നു അല്ലേടി? ഒരു സാധാരണ പെണ്ണിന് ഇങ്ങനെയൊന്നും പറ്റില്ല. ആരാടി നീ? ആന്റി, വിളിച്ചു പോകരുത് തന്നെ അങ്ങനെ. ആന്റി ആന്റി എന്ന് വിളിച്ചു പുറകെ കൂടി എന്റെ സ്നേഹം പിടിച്ചു പറ്റി ഒടുവിൽ എന്റെ മൂർത്താവിൽ തന്നെ അടിച്ചു അല്ലേടി? മനുഷ്യരാകുമ്പോ കള്ളമൊക്കെ പറയും. കള്ളത്തരം കാണിക്കാത്ത ആൾക്കാരും ഇല്ല. പക്ഷേ ഇവളെ പോലെ ആരെങ്കിലും ഉണ്ടോ? പറയുന്നത് മുഴുവൻ കള്ളം, വാ തുറന്നാ കള്ളം. ഒരു തവണ ഞാൻ നിനക്ക് താക്കീത് തന്നതാ, എന്നിട്ട് നീ പഠിച്ചില്ല അല്ലേ? ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാന്ന് നാഴിക്ക് 40 വട്ടം ഞാൻ പറയുമായിരുന്നു. എന്റെ ശ്രുതിയെ പോലെ ഒരു മരുമകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണോന്ന്. ഈ നാട്ടിൽ വേറെ ഒരു വീട്ടിലും ഇതുപോലൊരു മരുമകളെ കാണില്ലെന്ന് ഞാൻ പാടി നടന്നു. പക്ഷേ ഇന്ന് നീ എന്നെ ചെരുപ്പൂരി അടിച്ചു. നിർത്ത്, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ മിനിറ്റിന് നിനക്ക് കള്ളം പറയാൻ പറ്റുന്നു? സമ്മതിക്കണം നിന്നെ. കുടിച്ച വെള്ളത്തിൽ പോലും നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഈ നിന്നെയൊക്കെയാണല്ലോ ഇത്രയും കാലം ഞാൻ തലയിൽ കൊണ്ടു നടന്നത്. എനിക്ക് നിന്നോട് പുച്ഛം തോന്നുവടി, വെറുപ്പ്.